എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നെതർലാൻഡിലെ ഒരു ഗ്രാമപ്രദേശമാണ് നിങ്ങളെ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന ഭാഗങ്ങളും കൃഷിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളും ചെറുതായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുമെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. വളരെ മനോഹരമായ നിരപ്പായ ഭൂമിയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇടയ്ക്കിടെ കെട്ടിടങ്ങളും എല്ലാം കാണുന്നുണ്ട്. ചെറിയ ഫാക്ടറികളോ അങ്ങനെയൊക്കെയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഗ്രാമപ്രദേശത്തു കൂടി യാത്ര ചെയ്യുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു ഗാർഡൻ ആണെന്ന് തോന്നുന്നു. ഇലകളൊന്നും വന്നിട്ടില്ല. വളരെ മനോഹരമായിട്ട് അടുത്തടുത്ത് എന്തോ ചെടികളുടെ കമ്പുകൾ നട്ടിട്ടുണ്ട്. പൂച്ചെടികളാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴി സാലഡ് ലീവ്സ് നട്ടിരിക്കുന്ന ഒരു ഗ്രീൻ ഹൗസിനുള്ളിൽ ഞങ്ങൾ കയറി. അവിടെ വേണമെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള സാലഡ് ലീവ്സ് പറിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഇവർ ഈ നെറ്റിനകത്താണ് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത്. കാരണം കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മഴയും നന്നായിട്ട് തണുപ്പും എല്ലാം ഉള്ളത് കൊണ്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഇതുപോലുള്ള ഒരുപാട് കൃഷികൾ ഈ സ്ഥലങ്ങളിലെല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. ഞങ്ങൾ കുറച്ച് സാലഡ് ലീവ്സ് എല്ലാം പറിക്കുകയും ചെയ്തു. നമ്മൾ പറിച്ച് കൊണ്ടുപോയി അവർ തൂക്കിയിട്ട് നമ്മൾ റേറ്റ് കൊടുക്കാനാണ്. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ. ಅದು ಸೈಡ್ ಇದ್ದು ಅದು ಸ್ಯಾಲಡ್ ಲೀವ್ಸಾ? ಮತ್ತೆ ಎಂಥದ್ದು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಥರ ಇದೆ ಸ್ವಲ್ಪ ಅಲ್ಲ? ಸಿಲಾಂತ್ರ ಇರಬೇಕದು. ಇದು ಪಾಲಕ್. ಇದಲ್ವಾ ಪಾಲಕ್? ಇದು ಪಾಲಕ್ ಅಲ್ಲ, ಇದಲ್ಲ, ಅದು ಪಾಲಕ್ ಅಲ್ವಾ? ಅದು ಪಾಲಕ್. ಅದು ತಗೊಳ್ಬೋದು ನಾವು. ಪಾಲಕ್ ಇದು ರಾಡಿಶ್ ಬರ್ದಿದ್ದಾರೆ. ಈ ಮಿಡಿಲ್ ಸಣ್ಣದಿದೆ ಅಷ್ಟೇ. ಇದು ಸ್ವಲ್ಪ ಬೆಟರ್ ಇದೆ. ಅಲ್ಲ ಅಷ್ಟೇ ಆಗುದಾ? ಇಷ್ಟ ಆಗುತ್ತೆ ಅಷ್ಟೇ. ಹಾಗೆ ഇവിടെ കുറേ സ്ഥലത്ത് ക്രിസ്മസ് ട്രീകൾ നട്ടിരിക്കുകയാണ്. ക്രിസ്മസ് കാലത്ത് ഇതിൻ്റെ കൊമ്പുകൾ വെട്ടി അവർ വിൽപ്പനയ്ക്ക് വെക്കും. നല്ല വില കൊടുത്ത് മേടിച്ച് എല്ലാവരും ക്രിസ്മസ് ട്രീകൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഈ യാത്ര തുടർന്ന് പ്രദേശങ്ങളെല്ലാം കണ്ട് ഇനി ഞങ്ങൾ ഇവിടെയും നമുക്ക് കാണാം റോഡിൻ്റെ ഇരുവശങ്ങളിലും എന്തൊക്കെയോ കൃഷികൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ശൈലിയിലുള്ള കെട്ടിടങ്ങളും നാം കാണുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ಇಲ್ಲಿ ಎಲ್ಲ ಮಾಡ್ತಾರೆ ಅಂತ. ಪಶುಗಳಲ್ಲೇ ಎಮ್ಮೆಯಾಣೋ? ಎಮ್ಮೆಯಲ್ಲ, ಪಶು ಅದು. ಅದೇ ಅದೇ ಒಂಥರ. ಅಲ್ಲ ಇಲ್ಲಿ ನಾರ್ಮಲಿ ದನಗಳದ್ದು ಹಾಗೆಯಾ? ಅಂದ್ರೆ അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും